Hi dears, welcome back. ഇന്ന് 2 kg വെയിറ്റ് വരുന്ന ഒരു നട്ടി ബബിൾ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിച്ചെടുക്കുകയാണ്. ഇവിടെ 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു അര കപ്പും പിന്നെ ഒരു 1/4 കപ്പും, അങ്ങനെ ടോട്ടൽ 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതേപോലെ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/3 കപ്പ് നല്ല ചൂടുള്ള പാല് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു 7 മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ബൗളിലൊന്നും വെള്ളമൊന്നും കാണാൻ പാടില്ല, എന്നാലേ നല്ലപോലെ നമുക്ക് ബീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ എഗ് വൈറ്റിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതേപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പിനേക്കാളും അല്പം കൂടുതലായിട്ട് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ് വൈറ്റ് ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് ചേർക്കുന്നതിനോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ യോക്ക് ഈ ഒരു വൈറ്റിൽ നന്നായിട്ട് മിക്സായ ശേഷമാണ് അടുത്ത യോക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും. അപ്പോൾ എല്ലാ യോക്കും ചേർത്ത ശേഷം വീണ്ടും ഹൈ സ്പീഡിലിട്ടിട്ട് 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ ഇതേപോലെ കുറച്ചായി ചേർത്തിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലോർ മിക്സ് കുറച്ചായി ചേർത്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്ലോർ ചേർക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ബൂസ്റ്റിൻ്റെ മിക്സ് കുറച്ചായി ചേർത്ത് കൊടുക്കണം. അങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കൊണ്ടാണ് ഇത് ബേക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് കേക്ക് ഇവിടെ ഐസിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റാണ്. അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ആ ചെറിയൊരു പോർഷൻ അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയ ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിന് തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 75 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അര കപ്പ് നിറയെ ഉണ്ട്. അതിലേക്ക് ഒരു 75 ഗ്രാം തന്നെ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു 1/4 കപ്പാണുള്ളത്. അപ്പോൾ രണ്ടും കൂടി ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ചൂടാൻ വേണ്ടി മാറ്റി വെക്കാം.
അതേപോലെ ഒരു 2 കപ്പിന് അടുപ്പിച്ചിട്ട് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഗനാഷ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കേക്കിന് ഫില്ലിങ്ങിനായിട്ടും അതേപോലെ മൊത്തത്തിൽ ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും അതേപോലെ കാഷ്യൂസും സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വൈറ്റും ഡാർക്കും ചോക്കോ ചിപ്സും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടിയുള്ള അളവ് 200 ഗ്രാം ആണ്. അത് ഇതേപോലെ ലെയറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്രീമുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലെയറൊക്കെ അങ്ങ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സെക്കൻഡ് കോട്ട് ക്രീം കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഏകദേശം ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം അതിന് ചുറ്റിലായിട്ട് ബാക്കിയുള്ള നട്ട്സൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൽ ഫോട്ടോ പ്രിൻ്റ് വെക്കാനുള്ളത് കൊണ്ട് ആ ഒരു സ്പേസിലായിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്പേസിൽ ബബിൾസ് ആക്കി കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് ബൂസ്റ്റ് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ 5 രൂപയുടെ 3 പാക്ക് ബൂസ്റ്റാണ് ടോട്ടലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ബട്ടർ പേപ്പർ മെല്ലെ അങ്ങ് മാറ്റി കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ബബിൾസും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 200 രൂപയാണ് റേറ്റ് ആയിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ കേക്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കാണും. അത് റിമൂവ് ചെയ്തിട്ട് വേണം കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പിലാണ് പ്രിൻ്റ് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ബാക്ക് സൈഡിലുള്ള ഷീറ്റ് ഇതേപോലെ പറിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നത് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്തിട്ട് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അങ്ങനെ കിട്ടിയിരുന്നില്ല. പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സൈഡായിട്ട് കത്തി വെച്ച് മെല്ലെ മെല്ലെ അങ്ങ് പൊക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രിൻ്റ് കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് വെച്ചതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബോർഡറും ബാക്കിയുള്ള സ്പേസിൽ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 2 kg ആണ് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്.
അപ്പോൾ 2 kg റേറ്റിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കൂടി കൂട്ടി വാങ്ങിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.